ഹായ് ഫ്രണ്ട്സ്, കേട്ടഡ് കാറ്റഗറി 1 EVSുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഓപ്ഷൻസ് വായിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയത് എന്ന് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രകൃതിയില്ലാ രോഗം കുട്ടികളിൽ എന്ന ആശയം മുന്നോട്ട് വച്ചത് ആര്? പ്രകൃതിയില്ലാ രോഗം കുട്ടികളിൽ എന്ന ആശയം മുന്നോട്ട് വച്ചത് ആര്? ജെറോം എസ് ബ്രൂണർ, റിച്ചാർഡ് ലൂ, റൂസോ, ജോൺ ഡൂയി. ആൻസർ എല്ലാവരും മാർക്ക് ചെയ്യുക. കറക്റ്റ് ആൻസർ റിച്ചാർഡ് ലൂ ആണ്. റിച്ചാർഡ് ലൂവിൻ്റെ പ്രധാന പുസ്തകമാണ് ലാസ്റ്റ് ചൈൽഡ് ഇൻ ദ വുഡ്സ്, സേവിങ് അവർ ചിൽഡ്രൻ ഫ്രം നേച്ചർ ഡെഫിസിറ്റ് ഡിസോർഡർ. കുട്ടികളും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിവരിക്കുന്ന ബുക്ക്. അപ്പോൾ പ്രകൃതിയില്ലാ രോഗം എന്ന ആശയം മുന്നോട്ട് വെച്ചത് റിച്ചാർഡ് ലൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സസ്യകോശത്തിൻ്റെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത് ഏത്? സസ്യകോശത്തിൻ്റെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വലിയ ഫേനം, റൈസോസോം, കോശഭിത്തി, സെൻട്രോമിയർ. സോ സസ്യകോശത്തിന് വലിയ ഫേനവും റൈസോസോമും കോശഭിത്തിയും ഒക്കെ ഉണ്ട്. സസ്യകോശത്തിൻ്റെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത് സെൻട്രോമിയർ ആണ്. കറക്റ്റ് ആൻസർ സെൻട്രോമിയർ. ജന്തുകോശത്തിൽ ഹരിത കണങ്ങളോ വലിയ ഫേനങ്ങളോ കോശഭിത്തിയോ ഒന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സസ്തനികൾ മാത്രം ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഏത്? ഇത് പ്രീവിയസ് ഇയറിന് കേട്ടിട്ടിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അതേപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ വേറെ റെഫർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ സസ്തനികൾ മാത്രം ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ്? എക്കിഡ്ന, പ്ലാറ്റിപ്പസ്, വവ്വാൽ, കങ്കാരു, പെൻഗിൻ, ഡോൾഫിൻ, കിവി, തിമിംഗലം, പശു, എമു, കടൽ കുതിര, കടൽ പശു. താഴെ പറയുന്നവയിൽ സസ്തനികൾ മാത്രം ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ്? എക്കിഡ്ന, പ്ലാറ്റിപ്പസ്, വവ്വാൽ. അതാണ് കറക്റ്റ് ആൻസർ. എക്കിഡ്ന, പ്ലാറ്റിപ്പസ്, വവ്വാൽ. അപ്പോൾ എക്കിഡ്ന, പ്ലാറ്റിപ്പസ് ഒക്കെ മുട്ടയിടുന്ന സസ്തനികൾക്ക് ഉദാഹരണമാണ്. വവ്വാൽ പറക്കുന്ന സസ്തനിക്ക് ഉദാഹരണമാണ്. നെക്സ്റ്റ്, താഴെ പറയുന്ന പ്രത്യേകതകളുള്ള ജീവികൾ ഏതു വിഭാഗത്തിൽ പെടുന്നു? വിഘാടകരാണ്. ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും ഉണ്ട്. മൈസീലിയം എന്ന തന്തുക്കൾ കൊണ്ട് ശരീരം നിർമ്മിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് പ്രത്യേകത? വിഘാടകരാണ്. ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും ഉണ്ട്. മൈസീലിയം എന്ന തന്തുക്കൾ കൊണ്ട് ശരീരം നിർമ്മിച്ചിരിക്കുന്നു. ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, ആൽഗ. ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഫംഗസ് ആണ്. ഫംഗസ് ആണ് കറക്റ്റ് ആൻസർ. ഈ പറഞ്ഞ പ്രത്യേകതയൊക്കെ ഉള്ളത് ഫംഗസ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ വേരിൽ നിന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്ന സസ്യം? ചേമ്പ്, മരച്ചീനി, ചെമ്പരത്തി, കറിവേപ്പ്. ഈസിയാണ് അല്ലേ? വേരിൽ നിന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്ന സസ്യമാണ് കറിവേപ്പ്. കറിവേപ്പ് വേരിൽ നിന്ന് നമുക്ക് ധാരാളം ചെറിയ സസ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതായിട്ട് കാണാം. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ വിഘാടകരുടെ ഗണത്തിൽ പെടുന്നത് ഏത്? വിഘാടകരുടെ ഗണത്തിൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു. മണ്ണിര, റൊട്ടിപ്പൂപ്പ്, പ്ലാസ്മോഡിയം, യൂഗ്ലീന. കറക്റ്റ് ആൻസർ റൊട്ടിപ്പൂപ്പാണ്. ഫംഗസുകളുടെ വിഭാഗത്തിലാണ് റൊട്ടിപ്പൂപ്പ് ഉൾപ്പെടുന്നത്. നെക്സ്റ്റ്, 1 ഗ്രാം വെള്ളത്തിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ വേണ്ട താപപരിമാണം? 1 ഗ്രാം, 1 കലോറി, 1 വോൾട്ട്. ഇതൊന്നുമല്ല. ആൻസർ എന്താണ്? 1 കലോറിയാണ് കറക്റ്റ് ആൻസർ. ഇവിടെ ഓർക്കാനുള്ള ഒരു പോയിൻ്റ്, ഊർജത്തിൻ്റെ SI യൂണിറ്റ് ജൂളാണ്. നെക്സ്റ്റ്, വൈദ്യുത സർക്യൂട്ടിലെ വോൾട്ടേജിന് വ്യത്യാസം വരുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഡൈനാമോ, ട്രാൻസ്ഫോമർ, ഡൈനാമിക് സ്വിച്ച്. എന്താണ് കറക്റ്റ് ആൻസർ? ട്രാൻസ്ഫോമറാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 എന്ന വർഷം ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്?
ഇപ്പോൾ നിങ്ങൾക്ക് കറൻറ്റ് അഫയേഴ്സുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 2024 എന്ന വർഷം ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത് അന്താരാഷ്ട്ര സസ്യാരോഗ്യ വർഷം. ഇതാണോ? ഇത് 2020 അന്താരാഷ്ട്ര സസ്യാരോഗ്യ വർഷം. അന്താരാഷ്ട്ര മണ്ണ് വർഷം ഏതാണ്? 2015 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വർഷം 2010 അപ്പോൾ 2024 എന്ന വർഷം ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത് അന്താരാഷ്ട്ര കാമലിഡുകളുടെ വർഷമായിട്ടാണ്. നെക്സ്റ്റ്, വൈദ്യുതിയുടെ പിതാവാര്? ആരാണ് വൈദ്യുതിയുടെ പിതാവ്? വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. റൂദർഫോർഡ്, മൈക്കൽ ഫാരഡെ, നീൽസ് ബോർ, തോമസ് ആൽവ എഡിസൺ. ആരാണ് വൈദ്യുതിയുടെ പിതാവ്? മൈക്കൽ ഫാരഡെ ആണ് വൈദ്യുതിയുടെ പിതാവ്. വൈദ്യുതി കൃത്രിമമായി ഉൽപ്പാദിപ്പിക്കാനുള്ള വഴി കണ്ടെത്തിയ ഫാരഡെയാണ് ഇന്ന് ലോകത്തുള്ള എല്ലാ അത്യാധുനിക കണ്ടുപിടുത്തങ്ങൾക്കും തുടക്കം കുറിച്ചത്. ഇപ്പോൾ വൈദ്യുതിയുടെ പിതാവ് മൈക്കൽ ഫാരഡെ. ആര്? റുദർഫോർഡ് ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവാണ് റുദർഫോർഡ്. നീൽസ് ബോർ നിങ്ങൾക്കറിയാം, ബോർ മാതൃകയായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി തോമസ് ആൽവ എഡിസണോ? ഫോണോഗ്രാഫ്, വൈദ്യുത ബൾബ്, ഇതൊക്കെ കണ്ടുപിടിച്ചത് തോമസ് ആൽവ എഡിസൺ ആണ്. നെക്സ്റ്റ്, അണലിയുടെ വിഷം ബാധിക്കുന്നത് രക്തപര്യന വ്യവസ്ഥയെ, നാഡീവ്യവസ്ഥയെ, പേശി വ്യവസ്ഥയെ, ദഹനേന്ദ്രിയ വ്യവസ്ഥയെ. അണലിയുടെ വിഷം ബാധിക്കുന്നത് ഏതിനെയാണ്? രക്തപര്യന വ്യവസ്ഥ ആണ്. അണലിയുടെ വിഷം ബാധിച്ചിട്ടുണ്ടെങ്കിൽ രോമകൂപങ്ങളിൽ കൂടി രക്തം വരും. അപ്പോൾ ആ ഒരു അണലിയുടെ വിഷം ബാധിക്കുന്നത് രക്തപര്യന വ്യവസ്ഥയെ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ. കാർബൺ 2ാമത്തെ സ്ഥാനമാണ്. വിനാഗിരിയിലുള്ള ആസിഡ് സിട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്. വിനാഗിരിയിലുള്ള ആസിഡ് അസറ്റിക് ആസിഡ്. നെക്സ്റ്റ്, പക്ഷിക്കൂടുകളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠന ശാഖയാണ് പെട്രോളജി, ഓർണിത്തോളജി, കാലിയോളജി, സുവോളജി. എന്താണ് പെട്രോളജി എന്ന് പറഞ്ഞാൽ? സ്റ്റഡി ഓഫ് റോക്സ് ആണ് അല്ലേ? പാറകളെ പറ്റി പഠിക്കുന്നത്. ഓർണിത്തോളജി എന്ന് പറഞ്ഞാൽ പക്ഷികളെ കുറിച്ചിട്ടുള്ള പഠനമാണ്. ഇവിടെ ചോദിച്ചത് എന്താണ്? പക്ഷിക്കൂടുകളെ കുറിച്ചിട്ടുള്ള പഠനം. പക്ഷികളെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഓർണിത്തോളജി. സുവോളജി എന്ന് പറഞ്ഞാൽ ജന്തുക്കളെ കുറിച്ചിട്ടുള്ള പഠനമാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ കാലിയോളജി ആണ്. അത് രണ്ടും കൺഫ്യൂഷൻ ആവരുത്. ഓർണിത്തോളജി പക്ഷികളെ കുറിച്ചിട്ടുള്ള പഠനം, കാലിയോളജി പക്ഷിക്കൂടുകളെ കുറിച്ചിട്ടുള്ള പഠനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പരിസര പഠനത്തിൻ്റെ ഭാഗമായി കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നത് താഴെ പറയുന്ന ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? പ്രകൃതിദത്ത പരിസ്ഥിതി, മനുഷ്യനിർമ്മിത പരിസ്ഥിതി, സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതി. ഇതൊന്നുമല്ല. ഇത് വളരെ സിമ്പിളല്ലേ? പരിസര പഠനത്തിൻ്റെ ഭാഗമായി കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നത് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? പ്രകൃതിദത്ത പരിസ്ഥിതിയാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇപ്രാവശ്യത്തെ കേട്ടിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് തന്നെ ഉറപ്പിച്ചിട്ട് പഠിക്കുക. എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോകളുടെ ലിസ്റ്റ് അല്ലെങ്കിൽ കേട്ടറ്റിൻ്റെ പ്ലേലിസ്റ്റ് ഞാനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇനിയും നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുമായി അടുത്ത വീഡിയോയിൽ കാണാം.